നമ്മൾ 2500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു ദിവസം 10 മിനിറ്റ് ചിലവായിരുന്നാൽ മതി. ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം. ഒരു 7,000-7,500 രൂപ നമുക്ക് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ഇതിൽ വന്നിട്ട് കാട, ടർക്കി, ഗീനി എല്ലാ മുട്ടയും പിരിയും. കാടയ്ക്ക് 18 ദിവസം വരും, കോഴിക്ക് 21 ദിവസം വരും, താറാവിന് 28 ദിവസം പിടിക്കും, മണിത്താറിന് 37 ദിവസം പിടിക്കും. നമ്മുടെ കാൽഭാഷ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് കറക്റ്റായി മാത്രം അത് വിരിഞ്ഞ് കിട്ടുള്ളൂ. 500 കാടമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 500 കാടമുട്ട വരും. കോഴിമുട്ടയാണെങ്കിൽ 200 വയ്ക്കാം. കോഴിമുട്ടയാണെങ്കിൽ 200 വയ്ക്കാം. നമ്മൾ 2500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു ദിവസം 10 മിനിറ്റ് ചിലവായിരുന്നാൽ മതി. ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം. ഒരു 7,000-7,500 രൂപ നമുക്ക് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അതായത് നമ്മൾ ജസ്റ്റ് ഒരു 2500 രൂപ മുടക്കുകയാണെങ്കിൽ ഒരു ഇൻക്യുബേറ്റർ മേടിക്കുകയാണെങ്കിൽ ഒരു 10-21 ദിവസത്തിനകത്ത് 21 ദിവസം കൊണ്ട് 7,000-7,500 രൂപ. 10-15 മിനിറ്റ് മതി ഒരു ദിവസം. 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു ദിവസം ചിലവാക്കാം. ജസ്റ്റ് തനിക്ക് കൊടുക്കുക ഒരു മിനിറ്റ്. അതിപ്പോ സ്ത്രീകൾക്കാണെങ്കിലും അതല്ല നമുക്ക് പുരുഷന്മാർക്കാണെങ്കിലും ഒരു സൈഡ് 200 മുട്ട വയ്ക്കാം. 200 മുട്ട വെക്കാൻ. അതുമല്ല കേരളം നന്നായി ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇൻക്യുബേറ്റർ കണ്ടോ? അതെ അതെ, അത് നല്ല റിസൾട്ടും. അതായത് മറ്റ് ഇൻക്യുബേറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സന്തോഷേട്ടന് ഭയങ്കര റിസൾട്ട് ആണ്. 101 മുട്ട വെച്ച് 100 മുട്ട വിരിഞ്ഞ ഇൻക്യുബേറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. കർണാടകയിൽ. പക്ഷെ നമുക്കത് കാര്യം ചെയ്യാൻ നല്ല ആരോഗ്യമുള്ള മുട്ടനെ വിരിഞ്ഞ് കിട്ടും. ആരോഗ്യം കുറയാണെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. മുട്ടന്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ നോക്കണം. നല്ല ആരോഗ്യമുള്ള ഹെൽത്തി മുട്ട കിട്ടണം. പഴകാൻ പാടില്ല മുട്ട, 7 ദിവസം വരെ പഴകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ റിസൾട്ട് വരും. നമുക്ക് ഏതൊക്കെ മുട്ടകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഇതിൽ കാട വയ്ക്കാം. ഇതിൽ 500 കാടമുട്ട വയ്ക്കാം. 500 കാടമുട്ട. ഇതിൽ 500 കാടമുട്ട വയ്ക്കാം. മറ്റേ 100 കോഴിമുട്ട വയ്ക്കുന്നത് 250 കാടമുട്ട വയ്ക്കാം. ഇതിൽ 500 കാടമുട്ട വയ്ക്കാം. ടർക്കി വയ്ക്കാം, ഗിനി വയ്ക്കാം. മയിൽ മുട്ട ഇറക്കം പറ്റി വിരിയും. വിരിയിക്കാൻ പറ്റും. അപ്പൊ എല്ലാ മുട്ടയും പക്ഷികളുടെ എല്ലാ മുട്ടയും വിരിയും. നമുക്ക് 100ന്റെ എത്ര രൂപ? 100ന്റെ 1800. നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? കേരളത്തിൽ എല്ലായിടത്തും കൊറിയർ ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക ഐസ് ബോക്സ് പണിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് 90% റിസൾട്ട് പറയാൻ പറ്റില്ല. ഒരു 80% നമുക്ക് റിസൾട്ട് കൊടുക്കാം. 80% അതിൽ ഐസ് ബോക്സിൽ. ഇതിൽ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് 95% നല്ല മുട്ട, 90-90% റിസൾട്ട് നമുക്ക് കിട്ടാറ്. 99% റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ചേട്ടൻ പറയപ്പോഴും 90-95% ചേട്ടൻ പറയുന്നത്. നമുക്ക് 99% വരെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേറെ കാര്യം എന്തറിയോ, ഇതിൻ്റെ റെഡിമെയ്ഡ് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 2 പണിക്കാരൻ്റെ ആവശ്യമില്ല. മനസ്സിലായി. എനിക്ക് ഒരു 2 പണിക്കാരൻ്റെ കൂലി ലാഭം ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ മനസ്സിൽ തൃപ്തിയായത് ഈ ഇങ്ങനത്തെ ബോക്സാണ്. കാൽവർഷം നമ്മൾ ഷീറ്റ് കെട്ടി ഇത് ഉണ്ടാക്കുന്നതാണ്. ചേട്ടൻ അതിൻ്റെ ഒരു അളവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല അത്രയും പേർക്ക് പണിയും കൂടെ ആകുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ ലെവലാകാൻ കാരണം. നമ്മുടെ ഇൻക്യുബേറ്റർ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ്. റിസൾട്ട് ഞാൻ ഈ ലെവലാവില്ലല്ലോ, പണി കൊടുക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ വിജയം എന്താണ്? നമ്മുടെ ഇൻക്യുബേറ്റർ റിസൾട്ടാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാധനം മേടിച്ചു എന്ന് വെച്ചിട്ട് അവിടെ വിരിഞ്ഞ് കഴിഞ്ഞ് 3 വർഷം 4 വർഷം ആയ ആളുകൾ ഇപ്പോഴും നമ്മളെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. 3 വർഷം 4 വർഷം എൻ്റെ ബി കളി കമ്പനിയുടെ പേര് അത്രയും ഡീലിംഗ് അങ്ങനെയാണ്. നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി 1 വർഷം വാറണ്ടി ഉണ്ട്. 1 വർഷം വാറണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ 1 വർഷം എന്തുണ്ടെങ്കിൽ നമ്മൾ പാർട്സ് കൊറിയർ അയച്ചു കൊടുക്കും. സിമ്പിളായി ഞാൻ വീഡിയോ കോൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും. 2 ദിവസം കൊണ്ട് സാധനം വീടെത്തുകയും ചെയ്യും. ചൂടെല്ലാം ക്രീം വെച്ച് അയച്ചു കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഫിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ എന്താ എല്ലാം ഓക്കെയാണ്. സിമ്പിൾ വർക്കാണ് ഇതിൻ്റെയൊക്കെ. സന്തോഷേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ